അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ആരാ ഐബുവിനെ പിടിച്ചിട്ടാണല്ലോ. രാത്രി ഉറക്കമില്ലാത്ത കുട്ടിയാണ് ഗൈസ്. എപ്പോ നോക്കിയാലും ഒരു തേങ്ങി കരച്ചിലും. എപ്പോ നോക്കിയാലും ഓ നീച്ചും കൊണ്ടാണെന്നേ ഇങ്ങോട്ട് ഈറങ്ങോട്ട് വരും മനുഷ്യന്. ഉറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പകലും ഇല്ല രാത്രി ഇല്ല, ഇങ്ങനെ നടക്കും പിന്നാലെ ഒരാള്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരുമകളുടെ 8 ഇടല് കാണാൻ പോകുന്ന അമ്മായിയമ്മയാണ്. അപ്പൊ നിങ്ങൾക്ക് എട്ടിടാൻ വയ്ക്കോ? എങ്ങനെ ആ എട്ടല്ല, ഇത് ബൈക്ക് കൊണ്ട് എങ്ങനെ എട്ടണം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നാൽ കണ്ടോളി, ഉമ്മാക്ക് കാണാനൊരു പൂതി. അപ്പൊ ആ 8 ഇടലൊന്ന് കാണാൻ. പിന്നെ ഇവിടെ ഇത്ര ഇവിടെ ഇടാൻ പറ്റുമോ? ഇതെന്തിനാ താക്കോലൊക്കെ കൊടുത്തു നിക്കണേ? ഏയ് ഇതാ വരുന്നു. ഇത് 8ഉം 16 പേര് ഇങ്ങനെ ഇടീ കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് എട്ടിടാൻ പോവാ പൈസ. അപ്പൊ നമുക്ക് ബൈക്കിൽ പോവാട്ടോ എട്ടിടാന്. നിങ്ങളും സിനും സ്കൂട്ടിയില്. ലൈസൻസ് എടുക്കാൻ പോവാണ്. അപ്പൊ പിന്നെ പേടിക്കണ്ട. ഞാനും അലേഹി ഐബും ബുള്ളറ്റില്, നിങ്ങളും സിനും സ്കൂട്ടിയിൽ വാ. ഞാൻ ഒന്നിനും അരയില് കെട്ടും, കങ്കാല് കുട്ടീനെ കെട്ടിയ മാതിരി. പോവാ. ചെരുപ്പ് എവിടെ? അതിനെടുത്ത് നടക്കി. ഇതിന് ഈ ചെടി വന്ന് വലിക്കഴിഞ്ഞ പണിതാ. ഇത് വിഷം കറിയിട്ടോ ഗൈസ്. ഇത് വിഷാണോ ഗൈസ്? ഇത് എന്താ ഇതിന്റെ പേര്? സ്നൈഡറോ അങ്ങനെ എന്തോ ആണ് ഈ ചെടിയുടെ പേര്. ഇത് വിഷാണോ? എന്നാ കടിക്കല്ലേ. എന്നാ പോരി. അത് അന്നത്തെ ചെടിയാ, ഈ ചെടിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ചെടിക്കുണ്ട്. ഇത് വിഷാന്ന് പറഞ്ഞേ ഗൈസ്. എന്നാ ഈ ഉമ്മി സ്കൂട്ടി കേട്ടോ. ഈ സ്കൂട്ടിയില് ഈ വരുന്നില്ലേ? ധൈര്യല്ല. ഈ ചാവി നലേനെ കൊണ്ടേക്കും. എന്നാല് ബുള്ളറ്റിലാണോ സ്കൂട്ടിയിലാണോ വേഗം പറ. ഈ വണ്ടിയിലാണോ അതോ ഈ വണ്ടിയിലാണോ? ഈ വണ്ടിയിലാണോ അതോ ആ വണ്ടിയിലാണോ അതോ? നീ അതുകൊണ്ട് ഇറക്കിപ്പോ, ഇറക്ക്. ഇതെടുക്ക്. അല്ല ഇതിന് ഇറക്കിപ്പോ. എട്ടിടാൻ പോണ ആൾക്ക് സ്കൂട്ടി വളക്കാനും പറ്റേ. പോട്ടെ, കയറിക്കോളി. നിങ്ങളെ ഇപ്പോ കയറിക്കോളി. അല്ലേ ഇതിലാണ് ഇതില് ബുള്ളറ്റിലാ. എന്നാ മെല്ലെ സൈഡിൽ കൂടെ വിട്ടോ. നോക്ക്. അതാ കേറി സിനു ഇതാ എട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ നോക്കി വെക്കുന്നത് കണ്ടോ. പോണേ കാല അവിടെ കുത്താതെ നിൽക്കണ്ട. അവിടെ പോണം. അങ്ങോട്ട് പോയി അവിടെ പോയി നിൽക്കാം. എന്നാലല്ലേ ഇത് കാണുള്ളൂ. ഇത് കാണാണ്ടോ ഗൈസ്? നമ്മളെ എട്ടിടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സിനുവിന് കിട്ടിയ നല്ല വണ്ടിയാ. വരക്കുന്തളിക എന്ന് പറഞ്ഞ മാതിരി ഫുള്ള് പുകയാണ് ബാക്കിലൂടെ. ഓക്കെ, ഇപ്പൊ സിനു അതാ എട്ടിട്ടോണ്ട് നിൽക്കണേ. സിനു ബാക്കിലാണ്, അതിന് മുമ്പിൽ വേറൊരാളുണ്ട്. ഉമ്മ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാണ്. അലേഹ ഇവിടെ കൊതി അടിച്ച് നിൽക്കുന്നുണ്ട്. അലേഹ ഇജെന്താ കാട്ടണേ? ഇജ് എട്ടിടുണ്ടോ? ഉമ്മ പറയണേ എന്തിനാ ഇപ്പൊ ഇത്ര ഇടങ്ങാറായിട്ട് ഇങ്ങനെ എട്ടിടുന്ന നിങ്ങൾ ചിന്തിക്കണ്ടാവും അല്ലേ. ലൈസൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണോ? ഇതേപോലത്തെ വണ്ടിയൊക്കെ ചിലപ്പോ അവിടെ കിട്ടുക. അപ്പൊ ഇടങ്ങേറുള്ള വണ്ടിയിൽ വേണം ഇടാൻ. ഇപ്പൊ എളുപ്പമുള്ള വണ്ടി ഇതന്നെ കണക്ക് അവിടെ കിട്ടൂല. പൊട്ട വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇട്ട് പഠിക്കട്ടോ ഗൈസ്. അങ്ങനെ എട്ടിടലൊക്കെ കൊതും കടിച്ചിങ്ങനെ കുത്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഉമ്മ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. എന്തപ്പോ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്തിനാ ലൈസൻസ് എന്ന് ചോദിക്കും. പക്ഷെ ആ നേരം മുണ്ടാതെ കുടിയിൽ കുത്തിരുന്നില്ല. ഇത് റോട്ടിലേക്ക് ഇറങ്ങിയ ലൈസൻസ് വേണേ. പോലീസ് പിടിച്ച ഫൈനാണേ, അറിയില്ലേ? പോണേ കാലുകുത്തി അതാ കമ്പിയൊക്കെ ഇടിച്ച് ഒന്നിട്ട 2 പൊട്ടിച്ച്. സംഭവം കാണുന്ന മാതിരി എളുപ്പമൊന്നുമല്ല. ഇത് ഇട്ടോൽക്ക് എന്തായാലും അറിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇടങ്ങേറുണ്ട്. അതിനാണല്ലോ ഈ ഒരു ടെസ്റ്റ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ ഓള് ജയിച്ചു. ഇനിയുള്ള അടുത്ത കടമ്പ ഏറ്റവും ഫിസിക്കലായിട്ടുള്ള കടമ്പ തന്നെ. പിന്നെ ആ സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ എത്ര ഇട്ടിട്ട് കഴിഞ്ഞാലും അവിടെ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ RTOനെയും അതുപോലെ കുറേ ജനങ്ങളൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് ഇവിടെയൊക്കെ പിന്നെ കുറേ ട്രെയിലൊക്കെ കിട്ടുമല്ലോ. അവിടെ ഫസ്റ്റ് ഇടുന്നതിൽ കാല് കുത്തിയാൽ കഴിഞ്ഞു. പിന്നെ അടുത്ത മാസം കിട്ടുക.
ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുക, ഐഡിയകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് പരമാവധി നമ്മളിപ്പോൾ 2ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അന്ന് വന്നപ്പോൾ 2 ലാസ്റ്റ് കിട്ടു. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ന് അവൾക്ക് കിട്ടിയ വണ്ടി കുറച്ച് അത്ര നല്ല വണ്ടിയല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടിയിലിട്ട് പഠിക്കണം. കാരണം എന്താണെന്നറിയോ, അവിടെ പോകുമ്പോൾ ഏത് വണ്ടിയാണ് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റൂല. കാല് കുത്തിയില്ലെങ്കിൽ ഇത് കറക്റ്റ് ഇട്ടിട്ടു. എന്തമ്മ നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്നും തോന്നില്ല. ഞാൻ ആ കുടിയിൽ പോയി കുട്ടികളെ നോക്കി കിടക്കാ പറഞ്ഞ എങ്ങനെ സംഭവം അറിയില്ല. ആ കമ്പിന്റെ ഇടയിൽ കൂടെ കാല് കുത്താതെ കമ്പി തട്ടാതെ പോയി കഴിഞ്ഞാല് ആ കമ്പി തട്ടിയ കാല് കുത്തി ഇവിടെ ഇത് കാട്ടണേന് പൈസ കൊടുക്കണ്ടേ? ആദ്യം പൈസ കൊടുത്തിട്ടാ ചെയ്ത് പൈസ കാറും കൂടി എടുത്തോളാം ഞാൻ പറഞ്ഞാണ്. വണ്ടി തന്നെ എടുക്കാൻ പറ്റില്ല. ഇവിടെ കാറ് ഇത് വെജാത്ത തള്ളാരം വടിയിൽ ഓരോന്നും കൊതു കുത്തിട്ട് നിക്കണോക്ക്. എണ്ണൊന്നും വെച്ചില്ല. ഞാൻ അലേഹന ഫ്രണ്ടിൽ വെച്ചിട്ട് ഇപ്പൊ 2 വട്ടം ഞാൻ അതിലിട്ടിട്ടു. അതിപ്പോ ഒരു കോൺഫിഡൻസ് ആണ്. അതും ബുള്ളറ്റിലാണ് ഇട്ടിട്ടറിയാം. ബുള്ളറ്റിലാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടത്. ഇതൊക്കെയാണ് ഇപ്പൊ കാലുത്തി ഇല്ലേ? കാലുത്തില്ലേ? മാഷാ അല്ലാ, ജയിക്കും. എന്നാ ഐസ് 8 വരുന്നുണ്ട്. എന്ത് 4 വട്ടോ? ഇനി എന്ന് വരാനാ പറഞ്ഞേ? എന്നാ പോട്ടെ, നടക്ക്. മന കൊണ്ടേക്കോ ഇല്ലേ? നമ്മൾ 8 കഴിഞ്ഞ് നേരെ ഒരു ചായയും പഫ്സും പിന്നെ ജ്യൂസും കുടിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ അല്ലേ മുണ്ടൂലേ? അപ്പൊ കൊണ്ടാ എത്തി. 8 കണ്ടില്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. നല്ല പനി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഈ 2 മക്കളേക്കൊന്ന് കിട്ടിയ അതുകൊണ്ടാവൂലേ? ഉണ്ടേ, ഇവർക്ക് ഉണ്ടാക്കും ജലദോഷം ഉണ്ട്. കൈമെന്ന് കിട്ടിയതാ തോന്നുന്നുണ്ട്. അത് അമ്മയുടെ ഗുളിക പുറക്കണം. എന്തായാലും ടുഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഒന്നുമില്ല, അമ്മക്ക് കൊണ്ടിട്ട് 8 കാണിച്ചെടുത്താണ്. ഒക്കെ കണ്ടു. പക്ഷെ പ്രാവശ്യം വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ കണ്ടില്ലേ? അപ്പൊ അതൊക്കെ കണ്ടു. പേനയുണ്ട്. അത് അതിന്റെ ഉള്ളിൽ കൂടെ 8 ഇടുക. ബൈക്ക് കൊണ്ട് ഇങ്ങനെ 8 ഇടുക. കാറാണെങ്കിൽ 8 ഇടും. ഓക്കെ, അമ്മക്കൊന്ന് 8 ഇടിയിപ്പിക്കണം. ഇത് പോയിക്കോ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് കണ്ടൊരു വീഡിയോ കാണാം.